ഓം ഓങ്കാരനിലയം ദൈവം ഗജവക്ത്രം ചതുർഭുജം പിചണ്ഡിലമഹം വന്ദേ സർവവിഘ്നോപശാന്തയേ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമി ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസസ്തനൂഭിः വ്യശേമദേവഹിതം യദായുഃ ഭദ്രം നോ അപി വാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മുണ്ടക ഉപനിഷത്തിലെ രണ്ടാം മുണ്ടകത്തിലെ ഒന്നാം കാണ്ഡത്തിലെ 10ാമത്തെ മന്ത്രം. പുരുഷ ഏവേദം വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം ഏതദ്യോ വേദ നിഹിതം ഗുഹായാം സോ വിദ്യാഗ്രന്ഥിം വികിരതീഹ സൗമ്യ വികിരതീഹ സൗമ്യ. ഇതം വിശ്വം, ഈ വിശ്വം എല്ലാം, ഇതെല്ലാം പുരുഷ ഏവ, പുരുഷൻ തന്നെയാണ്. കർമ്മ, കർമ്മവും അഗ്നിഹോത്രാദിയായ കർമ്മങ്ങളും, തപസ്സും, തപസ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, പരാമൃതം പരമമായ അമൃതമായ ബ്രഹ്മ, ബ്രഹ്മമാകുന്നു. ഗുഹായാം, ഗുഹയിൽ, സർവപ്രാണികളുടെയും അന്തരത്തിൽ, ഹൃദയത്തിൽ, നിഹിതം, നിഹിതമായ സ്ഥിതി ചെയ്യുന്ന ഏതത്, ഏതിനെ, യ വേദ, ആരറിയുന്നുവോ, സ അവൻ, സൗമ്യ അല്ലയോ പ്രിയദർശന, ഇഹ ഇവിടെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, അവിദ്യാഗ്രന്ഥിം അവിദ്യയാകുന്ന കെട്ടിനെ, കെട്ടുപോലെ ഉറച്ചിരിക്കുന്ന അവിദ്യയെ, വികിരതി വികിരണം ചെയ്യുന്നു, നശിപ്പിക്കുന്നു, തകർക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ പുരുഷനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇതിന് പല പേരുകളുണ്ടെങ്കിലും അവയെല്ലാം വാക്കുകൾ കൊണ്ടുണ്ടാകുന്നതും വികാരരൂപങ്ങളും അനൃതങ്ങളുമാകുന്നു. പുരുഷൻ എന്ന് പറയുന്നത് തന്നെയാണ് സത്യം. അതിനാൽ ഈ വിശ്വമെല്ലാം പുരുഷൻ തന്നെ എന്ന് പറയുന്നു. പുരുഷനല്ലാതെ വിശ്വം എന്നൊന്നു വേറെയില്ല. കസ്മൻ നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പറഞ്ഞത് എന്നർത്ഥം. സർവത്തിനും കാരണമായിട്ടുള്ള പരമാത്മാവായ പുരുഷനെ അറിഞ്ഞാൽ പുരുഷൻ തന്നെയാണ് ഈ വിശ്വമെന്നും വേറെ ഇല്ലെന്നും അറിയാമെന്നാണ് പറയുന്നത് സാരം. എന്നാൽ ഈ വിശ്വമെന്ന് പറയുന്നത് എന്താണെന്നാണ് പിന്നീട് പറയുന്നത്. അഗ്നിഹോത്രാദി രൂപമായ കർമ്മം, തപസ് അഥവാ ജ്ഞാനം, ഇവ കൊണ്ടുണ്ടാകുന്ന ഫലം, ഇത്രമാത്രമാണ് ഇതെല്ലാം. ഈ ബ്രഹ്മം, വിശ്വം, ഇതെല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നതും ആകുന്നു. അതിനാൽ എല്ലാം പരമമായ അമൃതമയമായ ബ്രഹ്മം തന്നെ. ഈ ബ്രഹ്മം താൻ തന്നെയാണെന്നും ഇതുതന്നെയാണ് സർവപ്രാണികളുടെയും ഹൃദയമാകുന്ന അന്തരാത്മാവിൽ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നതെന്നും അറിയുന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, മരിച്ചതിൻ്റെ ശേഷമല്ല. കെട്ടുപോലെ ദൃഢമായ അവിദ്യാവാസനയെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്നത്, ഈ ബ്രഹ്മത്തിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ജീവിച്ചു മരിച്ചു എന്നുള്ള ആ ഒരു കെട്ട്, ആ ഒരു ബന്ധനം ഇല്ലാതെയാകുന്നു. അവിദ്യയാകുന്ന വാസനകളിൽ നിന്നെല്ലാം ബന്ധനം ഇല്ലാതെയായി മോക്ഷം പ്രാപിക്കുന്നു എന്നുള്ള അർത്ഥം കൂടി ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും, ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ പുരുഷനിൽ നിന്നു തന്നെ ഉണ്ടായി എന്ന്
മുൻ മന്ത്രങ്ങളിൽ പറഞ്ഞു. പല പല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം ഈ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുരുഷൻ തന്നെയാണ് ഈ ലോകം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ആ പുരുഷനും ഈ ലോകവും വേറെ അല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് മോക്ഷം കിട്ടും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകം എന്നുള്ളത് എന്താണ്? അഗ്നിഹോത്രാദികളായ നമ്മുടെ കർമ്മങ്ങളും നമുക്കുണ്ടാകുന്ന അറിവും ആ അറിവ് കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ, ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്. ഇത് മാത്രമാണ് ഈ ലോകം. ഈ ലോകം കൂടി ആ ബ്രഹ്മത്തിൽ നിന്ന്, പുരുഷനിൽ നിന്ന് ഉണ്ടായതാകുന്നു. അപ്പോൾ ആ പുരുഷനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, അമൃതമയമായ ആ പുരുഷനെക്കുറിച്ച് അറിഞ്ഞ് ആ പുരുഷൻ തന്നെയാണ് ഈ ലോകം മുഴുവൻ എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലോകത്തിലെ മായയിൽ നിന്നും വേർപെടാനുള്ള അവസ്ഥ ഉണ്ടായിത്തീരും. ഈ ലോകത്തിൻ്റെ മായാമോഹങ്ങൾ എന്ന കെട്ടുകളിൽ നിന്നും നമുക്ക് ആ കെട്ട് പൊട്ടിച്ച് ബ്രഹ്മത്തിലേക്ക് ലയിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വിദ്യ എന്നുള്ള അവിദ്യാവാസനകൾ പോയി വിദ്യ, അറിവ്, ജ്ഞാനം, ബ്രഹ്മം എന്താണ്, ആത്മാവെന്താണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഇഹലോക ജീവിതമായ മോഹങ്ങളിൽ നിന്നും മുക്തി ലഭിച്ച് മോക്ഷം പ്രാപിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഈ മന്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്.